Hi all. So, welcome back to another video of Neuroche with Anuvind. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഡയറ്റ് ഫോർ ഫീവർ. നമുക്ക് പനിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ഭക്ഷണക്രമങ്ങൾ ശ്രദ്ധിക്കണം, ഹെൽത്തി ആയിട്ടിരിക്കാൻ, ഫുള്ളി നറിഷ്ഡ് ആയിട്ടിരിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ ഫുഡ്സ് ഇൻക്ലൂഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. എന്താണ് പനി, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് പനി ഉണ്ടാവുന്നത്? പുറത്തു നിന്നുള്ള ഒരു വസ്തു നമ്മളുടെ ശരീരത്തിന്റെ ഉള്ളിൽ പ്രവേശിക്കുന്നു. അങ്ങനെ പ്രവേശിച്ച വസ്തുവിനെ നമ്മുടെ ശരീരം പുറന്തള്ളാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു അവസ്ഥയാണ് പനി അഥവാ ഫീവർ എന്ന് പറയുന്നത്. ഈ സമയത്ത് നമുക്ക് ലൂസ് മോഷൻ ഉണ്ടാവാം, അതുപോലെ തന്നെ ത്രോട്ട് ഇൻഫെക്ഷൻ, തൊണ്ടവേദന അനുഭവപ്പെടാം, മസിൽസിലൊക്കെ ഭയങ്കര വേദന ആയിരിക്കാം. വളരെ റെയർ ആയിട്ടുള്ള കേസസിൽ കോൺസ്റ്റിപ്പേഷൻ, വയറ് ഉറയ്ക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കാം. വൊമിറ്റിംഗ്, നമുക്ക് ഛർദി അനുഭവപ്പെടാം. അതുപോലെ തന്നെ നോസിയ, ബോഡി പെയിൻ, ശരീരമാസകലം വേദന, തലവേദന, ഫാറ്റിക്, നമുക്ക് ഭയങ്കര ക്ഷീണം അനുഭവപ്പെടാം. അതുപോലെ തന്നെ ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, നമുക്ക് വിശപ്പ് ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ. നമ്മളുടെ ശരീരത്തിന്റെ നോർമൽ ടെമ്പറേച്ചറിൽ നിന്നും ഒരു ഉയർന്ന താപനിലയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ അതിനെ പനി എന്ന് പറയുന്നത്. 37.1 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണെങ്കിലാണ് നമ്മൾ പനി അല്ലെങ്കിൽ നമുക്ക് ടെമ്പറേച്ചർ കൂടുതലാണ് എന്ന് പറയുക. പൊതുവെ 2 തരം പനികളാണ് നമ്മുടെ ഇവിടെ കാണപ്പെടാറ്. ഒന്ന് ലോങ് ടേം ഫീവറും രണ്ടാമത്തത് ഷോർട്ട് ടേം ഫീവറും. ഇനി നമുക്ക് ഡയറ്റിലേക്ക് കിടക്കാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കുക. ഡീഹൈഡ്രേഷൻ തടയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരു ദിവസം 3 ലിറ്റർ വെള്ളമെങ്കിലും ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോൾ കുടിക്കണം. നമുക്ക് പനിക്കുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കുന്നത് കുറവായി കഴിഞ്ഞാൽ നമുക്ക് UTI, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതായത് മൂത്ര സംബന്ധമായ ഇൻഫെക്ഷൻസ് വരാനായിട്ട് സാധ്യതകളുണ്ട്. നമ്മളെപ്പോഴും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം കൺസ്യൂം ചെയ്യേണ്ടത്. കഫക്കെട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കഫം കുറുകുന്നുണ്ടെങ്കിൽ സിട്രസ് ഫ്രൂട്ട്സ് നമ്മൾ ഒഴിവാക്കുക. ഓറഞ്ച്, നാരങ്ങ ഇതൊക്കെ ഒഴിവാക്കുക. നമുക്ക് വേണമെങ്കിൽ ഒരു വൈറ്റമിൻ C സപ്ലിമെന്റ്സ് ഒക്കെ എടുക്കാവുന്നതാണ്. ബെൽ പെപ്പർ ഐറ്റംസ് നമുക്ക് കൺസ്യൂം ചെയ്യാവുന്നതാണ്. നമുക്ക് ദഹനത്തിന് പ്രശ്നം ഉണ്ടെങ്കിൽ, ഡൈജഷൻ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മൾ ലോ ഫാറ്റ് ഡയറ്റ് ആയിരിക്കണം എടുക്കേണ്ടത്. കൊഴുപ്പ് കുറഞ്ഞ ഡയറ്റ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സമയത്ത് നമ്മൾ റെഡ് മീറ്റ്സ് ഒന്നും കഴിക്കാതിരിക്കുക. ഒരുപാട് എരിവ് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊന്നും തന്നെ കഴിക്കാതിരിക്കുക. കാരണം നമുക്ക് തൊണ്ടയ്ക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് അത്ര ഗുണം ചെയ്യില്ല. അതുപോലെ തന്നെ ഡൈജഷന് പ്രശ്നം ഉണ്ടെങ്കിലും പിന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം അതും ഗുണം ചെയ്യില്ല. സോ അത് ശ്രദ്ധിക്കുക. നന്നായി വേവിച്ച ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക. ഫാസ്റ്റിങ്ങും ഫീസ്റ്റിങ്ങും ചെയ്യരുത്. ഒരുപാട് കഴിക്കുകയും ചെയ്യരുത്, പട്ടിണി കിടക്കുകയും ചെയ്യരുത്. ഇത് രണ്ടും നമ്മളെ ഈ ഒരു അവസ്ഥയിൽ ഹെൽപ്പ് ചെയ്യില്ല. നല്ലൊരു ഉറക്കം നമുക്ക് നിർബന്ധമാണ്. എന്താണെങ്കിലും 7 മുതൽ 9 മണിക്കൂർ വരെ നമ്മൾ ഉറങ്ങിയിരിക്കണം. പക്ഷെ അത് സ്വാഭാവികമായിട്ടും എല്ലാവരും ഉറങ്ങും. പനിക്കുമ്പോൾ നമുക്ക് ക്ഷീണം അനുഭവപ്പെടാം, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അത്രയോ അതിൽ കൂടുതലോ സമയം ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഭക്ഷണങ്ങളൊക്കെ ചെറു ചൂടോടെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഡൈല്യൂട്ടഡ് മിൽക്ക്, അതായത് പാലില് ഇത്തിരി വെള്ളം ചേർത്തിട്ടൊക്കെ നമുക്ക് കഴിക്കാം. ഡൈജഷൻ ഇഷ്യൂ, ദഹന പ്രശ്നം ഉണ്ടെങ്കിൽ പാല് കുടിക്കാതിരിക്കുന്നതാവും നമുക്ക് നല്ലത്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഉപയോഗം നന്നായി വർദ്ധിപ്പിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. സ്മോൾ ഫ്രീക്വന്റ് മീൽസ് ആയിട്ട് കഴിക്കുക. കുറച്ച് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുക. നമുക്കിവിടെ ഹൈ കാലറി ആവശ്യമായിട്ട് വരുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ഫീവറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നമ്മളെ ഫോളോ ചെയ്യാത്തവർ പോയിട്ട് ഫോളോ ചെയ്യുക. അതിൽ നമ്മൾ ഇതുപോലെ ഡെയിലി ന്യൂട്രീഷൻ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.